ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ എയർഡ്രോപ്പ് ഫാം ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകളുടെയും പുതിയ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഡേറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും, ലിസ്റ്റിങ്ങിൻ്റെ അപ്ഡേറ്റുകളും, സ്നാപ്ഷോട്ടിൻ്റെ അപ്ഡേറ്റുകളും, വാലറ്റ് കണക്ഷൻ്റെ അപ്ഡേറ്റുകളും, അങ്ങനെ നിരവധി അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഞാൻ ഏതൊക്കെ പ്രൊജക്റ്റുകളാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ടെലഗ്രാം ചാനലിലേക്ക് പോവുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ടെലഗ്രാം ചാനലിൽ ഞാനൊരു പിൻഡ് പോസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ പിൻ ചെയ്ത പോസ്റ്റുകളിലുള്ള പ്രൊജക്റ്റുകളുടെ അപ്ഡേറ്റ്സ് മാത്രമാണ് നമ്മൾ പറയുന്നത്. ആ പ്രൊജക്റ്റുകൾ മാത്രമാണ് ഞാൻ എയർഡ്രോപ്പ് ഫാമിംഗ് ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന എല്ലാ പ്രൊജക്റ്റുകളുടെയും ജോയിനിങ് ലിങ്ക്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മളുടെ ടെലഗ്രാമിലെ പിൻഡ് പോസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് വേണ്ട പ്രൊജക്റ്റുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ് വീഡിയോസ് കിട്ടാനായിട്ട് ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ആയിട്ടുള്ള 1K ലൈക്സ് കംപ്ലീറ്റ് ആക്കുക. എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുക. ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൺസിഡർ ചെയ്യാം. എങ്കിലായിരിക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ആയിട്ട് ലഭിക്കുക. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഗെയിമിയാണ്. വാട്ട് പോയിന്റ്സ് മൈൻ ചെയ്യുന്ന ഗെയിമിയാണ്. ഇതിൽ ബൈനാൻസ് ലാബ്സ് ഇൻവെസ്റ്റ് ചെയ്ത പ്രൊജക്റ്റാണ്. വളരെ നല്ല പ്രൊജക്റ്റാണ്. ഈ ഗെയിമിയുടെ ഫൈനൽ സ്റ്റേജ് മൈനിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഒരു മൈനിങ് സ്റ്റേജ് ഇല്ല. ഇതാണ് അവസാനത്തെ ഫേസ്. അപ്പോൾ മാക്സിമം ജോയിൻ ചെയ്യാത്തവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക, എന്നിട്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ഫൈനൽ മൈനിങ് സ്റ്റേജ്. ഇതും കൂടെ കഴിഞ്ഞാൽ ലിസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഗെയിമിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്സ്. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്താൽ ഗെയിമിൻ്റെ ഫുൾ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ പ്രൊജക്റ്റുകളുടെയും ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഓരോ പ്രൊജക്റ്റുകളുടെയും പേര് വെച്ച് നോക്കി കണ്ടുപിടിച്ച് എടുക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലം ആണ്. ബ്ലമ്മിൽ വലിയ അപ്ഡേറ്റുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എല്ലാവർക്കും റോൾ ഔട്ട് ആയിട്ടില്ല. പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലറ്റ് സെക്ഷൻ ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വാലറ്റിൽ ഇപ്പോൾ തന്നെ പോയിന്റ്സ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ചിലർക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ മെയിൻ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഒരു സബ് അക്കൗണ്ടിൽ എനിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് എടുക്കുന്നവരോട് ഞാൻ വീണ്ടും പറയുകയാണ്, സെയിം ഫോണിൽ നിങ്ങളുടെ എത്ര ടെലഗ്രാം അക്കൗണ്ട് ആണെന്ന് പറഞ്ഞാലും എത്ര ടെലഗ്രാം ആപ്പ് ആണെന്ന് പറഞ്ഞാലും ഒരേ ഫോണിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ വെക്കരുത്. രണ്ടും ബാനായി പോകും. ഓക്കെ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 2 അക്കൗണ്ടുകളാണ്. എൻ്റെ 2 ഫോണുകളിലാണ് അതുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഈ അപ്ഡേറ്റ് എല്ലാവർക്കും റോൾ ഔട്ട് ആവും. അതിനുശേഷം എല്ലാവർക്കും വരും. ഇപ്പോൾ ലിമിറ്റഡ് യൂസേഴ്സിന് മാത്രം റാൻഡം ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഉടനെ തന്നെ വരും. ഓക്കെ, ഇന്ന് തന്നെ വരും എന്നല്ല അതിൻ്റെ അർത്ഥം. 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വരും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഡൗട്ട്, ഞാനിത് ടെലഗ്രാം ചാനലിൽ പല പ്രാവശ്യം പറഞ്ഞതാണ്, വീഡിയോ ആയിട്ടും പറഞ്ഞതാണ്. ഈ ബ്ലമ്മിൻ്റെ ടിക്കറ്റ്സ്, ഡ്രോപ്പ് ഗെയിമിൻ്റെ ടിക്കറ്റ്സ് ഞാൻ സേവ് ചെയ്തൊക്കെ പറയാറുണ്ട്. ഇനിയും സേവ് ചെയ്യണോ ലിസ്റ്റ് ആവാൻ പോവല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ബ്ലമ്മിൻ്റെ റോഡ് മാപ്പ് കാണാം. ആ റോഡ് മാപ്പിലുള്ള കാര്യങ്ങൾ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി സ്വാപ്പ് വരാനുണ്ട്, മീം പാഡ് വരാനുണ്ട്. അതെല്ലാം വന്നു കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ലിസ്റ്റിംഗ് ഉണ്ടാവുക. ലിസ്റ്റിംഗ് എന്ന് പറയുന്ന റോഡ് മാപ്പിൽ പോലും കൊടുത്തിട്ടില്ല. അതിൻ്റെ കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജസ്റ്റ് ടാപ്സാപ്പ് പോലെയോ ഹാംസ്റ്റർ കോമ്പാറ്റ് പോലെയോ ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് മാത്രമല്ല. ബ്ലം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ബിൽഡിംഗ് കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് ഒരു എക്സ്ചേഞ്ച് ആണ്. ക്രിപ്റ്റോ കറൻസി വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ടെലഗ്രാമിനകത്തുള്ള ഒരു എക്സ്ചേഞ്ച് ആണ് ബ്ലം. ഫ്യൂച്ചറിൽ അങ്ങനെയാണ് ആവാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആവണം എങ്കിൽ മാത്രമേ ആ ബ്ലം ടോക്കൺ ലിസ്റ്റ് ആവുള്ളൂ. ലിസ്റ്റ് ആയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ ആ കോയിൻ ലിസ്റ്റ് ആക്കിയാൽ ആ കോയിന് പ്രൈസ് ഉണ്ടാവില്ല, വില ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. നമുക്ക് അപ്പോഴേ നല്ല ക്യാഷ് എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. പുതിയ ഫീച്ചേഴ്സ് വരുമ്പോഴേക്കും നാളെ ലിസ്റ്റ് ആവുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഡ്രോപ്പ് ഗെയിം ഞാൻ എന്തിനാണ് സേവ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടിക്കറ്റ്സ് സേവ് ചെയ്യുന്നത് എന്തിനാണ് എന്നറിയാത്തവർക്ക് ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ എന്തിനാണ് സേവ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനിയുള്ള സംശയമാണ് ഈ ഡ്രോപ്പ് ഗെയിമിൻ്റെ ടിക്കറ്റ്സ് എക്സ്പയർ ആയി പോവില്ലേ എന്ന്. എക്സ്പയർ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഓരോ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും വന്നിട്ടില്ല. ആരെങ്കിലും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നു എന്ന് പറഞ്ഞ് വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അവരോട് ചോദിക്കുക ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് കാണിക്കാൻ. അല്ലാതെ അവർക്ക് തോന്നിയാൽ പോരാ, പ്രൂഫ് കാണിക്കണം. അപ്പോൾ പ്രൂഫ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡ്രോപ്പ് ഗെയിം കളിച്ച് തുടങ്ങും. അതുവരെ നമ്മൾ സേവ് തന്നെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് അപ്ഡേറ്റ് വരുന്ന മീംഫൈൻ്റെ സൈഡിൽ നിന്നാണ്. മീംഫൈ ലിസ്റ്റ് ആവാൻ പോകുന്നത് ഇനി ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ്. ലിസ്റ്റിംഗ് ഡേറ്റ് കറക്റ്റായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ആ ഒരു ലിസ്റ്റിംഗ് ഡേറ്റിനാണ് മീംഫൈ കോയിൻ എല്ലാ എക്സ്ചേഞ്ചസിലും ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ അന്ന് തന്നെ നമുക്ക് വിഡ്രോവൽ കിട്ടും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. 90% കമ്മ്യൂണിറ്റിക്കാണ് തരുന്നത്. നല്ലൊരു എയർ ഡ്രോപ്പ് തന്നെ കിട്ടും എന്നാണ് നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതും ഒരു മീം കോയിൻ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സെൻസിൽ മാത്രം കാണുക, വലിയ ലക്ഷങ്ങൾ കോടികൾ എന്നുള്ള രീതിക്കൊന്നും കാണരുത്. ഓക്കെ, നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് ഡോഗ്സ് ആണ്. ലോസ്റ്റ് ഡോഗ്സ് നിങ്ങൾക്കറിയാം, നോട്ട് കോയിൻ, അതുപോലെ തന്നെ നമ്മളുടെ ടോൺ കോയിൻ, അതുപോലെ തന്നെ ഡോഗ്സ്, ഈ 3ഉം ഉണ്ടാക്കിയത് റിലീസ് ചെയ്തത് ടെലഗ്രാമാണ്. ടെലഗ്രാമിൻ്റെ തന്നെ കോയിനാണ് ലോസ്റ്റ് ഡോഗ്സിൽ വരുന്ന വൂഫ്. അപ്പോൾ ഈ ലോസ്റ്റ് ഡോഗ്സ് ഇനി 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റിംഗ് ഡേറ്റും അനൗൺസ്മെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ വരും. അതിൽ ലിസ്റ്റ് ആകാൻ പോകുന്ന വൂഫ് എന്ന് പറയുന്ന ടോക്കണാണ്. വൂഫ്. ഓക്കെ, നമ്മൾ ഓരോ ദിവസവും ഗെയിം വിൻ ചെയ്യുമ്പോൾ വൂഫ് എന്ന് പറയുന്ന ടോക്കൺ നമുക്ക് കിട്ടാറുണ്ട്. ആ വൂഫ് ടോക്കണാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഗെയിം ഇനി 10 ദിവസം മാത്രമേ ഉള്ളൂ. 10 ദിവസം കഴിഞ്ഞാൽ ഗെയിം കഴിയും. അപ്പോൾ നമുക്ക് എത്ര റിവാർഡ് ഉണ്ടോ അത് നമുക്ക് വിഡ്രോ അടിക്കാം.
വിഡ്രോ അടിക്കാമെന്ന് പറയുന്ന വൂഫ് അല്ല, നോട്ട് കോയിൻ ആണ്. നമുക്ക് ഒരുപാടായിട്ട് നോട്ട് കോയിനും വൂഫും ആണ് കിട്ടാറുള്ളത്. അപ്പോൾ നോട്ട് കോയിൻ നമുക്ക് ഈ 10 ദിവസം കഴിഞ്ഞാൽ വിഡ്രോ അടിക്കാം. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, പക്ഷേ വിഡ്രോൽ ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഞാൻ പറയുന്നത് അവസാന ദിവസം വിഡ്രോ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം വിഡ്രോ ചെയ്യുമ്പോൾ വിഡ്രോൽ ഫീസ്, ഗ്യാസ് ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഗ്യാസ് ഫീ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ നോട്ട് കോയിൻ്റെ ബാലൻസും വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ ഈ ഒരു ലോസ്റ്റ് ഡോക്സ് കഴിഞ്ഞതിന് ശേഷം വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ട് വാലറ്റ് ആണ്. ഹോട്ട് വാലറ്റിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം പലർക്കും സംശയമാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഇതൊരു വാലറ്റ് മാത്രമാണ്. നിങ്ങളിപ്പോൾ അതിലേക്ക് ഗ്യാസ് ഫീ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താലും ഇനി പെട്ടെന്ന് മൈനിങ് കഴിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ വിചാരിച്ച അത്ര നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയില്ല, നിങ്ങൾ ഇട്ട നിയറിൻ്റെ അത്ര പ്രൈസ് നിങ്ങൾക്ക് കിട്ടിയില്ല, അപ്പോഴേക്കും മൈനിങ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് പ്രോഫിറ്റ് ഉണ്ടാവും എന്നാണ് പലർക്കും ഡൗട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഈ നിയർ അവർക്ക് കൊടുക്കുകയല്ല, നിങ്ങൾ തന്നെ വാലറ്റിലേക്ക് വെക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോൾ മൈനിങ് തീർന്നാലും ആ നിയർ തിരിച്ചെടുക്കാം. എത്ര നിയർ ബാക്കിയുണ്ടോ ആ നിയർ നിങ്ങൾക്ക് തിരിച്ചെടുത്ത് നിങ്ങൾ എങ്ങനെയാണ് നിയർ വാങ്ങിയത് അതുപോലെ വിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചാൽ ക്യാഷ് എടുക്കാം. അപ്പോൾ അതൊരിക്കലും പോവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹോട്ട് കിട്ടിയാൽ പോലും അത് പ്രോഫിറ്റാണ്. ഒരു ഹോട്ട് ടോക്കൺ ആണെങ്കിൽ ഒരു ഹോട്ട് ടോക്കൺ മൈൻ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എത്ര കുറവ് കിട്ടിയാലും അത് നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നെയാണ്. ബാക്കിയുള്ള നിയർ നമുക്ക് തിരിച്ചെടുക്കാം ഗ്യാസ് ഫീ ആയിട്ട് ഇട്ടത്. അല്ല നമ്മൾ മുഴുവനായിട്ട് അവർക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഹോട്ട് വാലറ്റിലേക്ക് നമ്മൾ ഇട്ട് വെച്ചു, അതൊരു വാലറ്റ് മാത്രമാണ്. അവിടുന്ന് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മൾ ബാക്കിയുള്ള നിയർ എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം. തിരിച്ച് നമ്മുടെ ബൈബിറ്റിലേക്കോ ബൈനാൻസിലേക്കൊക്കെ എടുത്ത് സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യാം, ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാം, സ്വാപ്പ് ചെയ്യണമെങ്കിൽ സ്വാപ്പ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എത്ര വൈകി തുടങ്ങിയാലും ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഹോട്ട് വാലറ്റിൽ ജോയിൻ ചെയ്യുക. വളരെ വളരെ നല്ല പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ട്രോൺ ബ്ലോക്ക് ചെയിൻ ഇപ്പോൾ നമ്മുടെ ഹോട്ട് വാലറ്റിൽ വന്നിട്ടുണ്ട്. എല്ലാ ബ്ലോക്ക് ചെയിൻസും വരുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ നല്ല രീതിക്കുള്ള ഒരു വില തന്നെ ഹോട്ട് ടോക്കൺ വരുമെന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത് മിസ്സാക്കരുത്. പിന്നീട് ഗ്യാസ് ഫീ ഇടാതെ ഫാം ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കോയിൻ്റെ 50% മാത്രമേ കിട്ടുള്ളൂ. ആ കാര്യം മനസ്സിലാക്കുക. ഹോട്ട് തന്നെ ഗ്യാസ് ഫീ കൊടുത്തിട്ട് ചെയ്യുന്നവർക്ക് 50% ഹോട്ട് മാത്രമേ വിഡ്രോവൽ കിട്ടൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൻ ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ നിയർ ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷ് ഉള്ളവരാണ്. ഒരു $5 നിയർ മസ്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. ആ $5 മൊത്തം ചിലവാക്കാനല്ല പറയുന്നത്. നിങ്ങൾക്ക് അത് തീരുന്നതിന് മുന്നേ ലിസ്റ്റിംഗ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ നിയർ ബാക്കിയുള്ള നിയർ തിരിച്ചെടുക്കാം. ഓക്കെ, അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാബിസു ആണ്. ടാബിസുവിൽ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റ് നെറ്റിൽ പങ്കെടുത്തവർക്ക് ഇപ്പോൾ ഒരു പുതിയ ഫോം ഫില്ല് ചെയ്യാൻ വന്നിട്ടുണ്ട്. ആ ഫോം ഞാൻ എന്ത് ചെയ്യാം, ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ ടെലഗ്രാം ബോട്ടല്ല, വെബ് പേജിൽ പങ്കെടുത്തവർക്ക് മാത്രമാണ്. അതിപ്പോൾ ഞാനൊരു 4 മാസം മുൻപാണ് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. അത് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് അതിൽ പങ്കെടുത്തിരിക്കുന്നത്. പങ്കെടുത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തക്കതായ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, ടെസ്റ്റ് നെറ്റിൽ പങ്കെടുത്തവർക്ക് മാത്രം, അല്ലാതെ ഈ ബോട്ടിൽ കയറിയവർക്ക് കിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ മാറി സെർവർ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പുതിയ ടാസ്കുകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്തു വെക്കുക. വാലറ്റ് കണക്ഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള ടാബിസുവിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി എയർ ഡ്രോപ്പ് വാലറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വാലറ്റ് കണക്ഷൻ എന്നോ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ വീഡിയോ അന്ന് തന്നെ കാണിച്ചിട്ടുണ്ട് എങ്ങനെ വാലറ്റ് കണക്ട് ചെയ്യാം, മെറ്റാമാസ്ക് കണക്ട് ചെയ്യാം എന്നുള്ളത്. അത് നോക്കി നിങ്ങളുടെ മെറ്റാമാസ്ക് കണക്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റ് കാറ്റിസൻ്റെ സൈഡിൽ നിന്നാണ്. കാറ്റിസൻ്റെ ലിസ്റ്റിംഗ് അപ്ഡേറ്റ് ആണ്. ഈ മാസം തന്നെ കാറ്റിസൺ ലിസ്റ്റ് ആവും എന്ന കാര്യമാണ് നമുക്ക് ഇപ്പോഴത്തെ ഇൻഫർമേഷൻ അനുസരിച്ച് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ കാറ്റിസണിൽ പ്ലാറ്റിനം റാങ്കെങ്കിലും മിനിമം റീച്ച് ചെയ്യാൻ ശ്രമിക്കുക. പ്ലാറ്റിനമാണ് അവരെല്ലാത്തിലും ട്വീറ്റിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ പ്ലാറ്റിനം റീച്ച് ചെയ്യുന്നവർക്കായിരിക്കും എയർ ഡ്രോപ്പ് കിട്ടുക എന്നൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം അവർ പോസ്റ്റ് ചെയ്യുന്ന ഓരോ റാങ്കിങ്ങിലും പ്ലാറ്റിനം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ ചെയ്യാത്തവർ അതൊക്കെ ചെയ്തു വെക്കുക. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൂപ്പാണ്. ചിക്കൂപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നോട്ട് കോയിനുമായിട്ട് പാർട്ണർഷിപ്പ് ഉള്ള കോയിനാണ് ചിക്കൂപ്പ്. ചിക്കൂപ്പ് വളരെ നല്ല പ്രൊജക്റ്റാണ്. റോഡ് മാപ്പ് വഴി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിക്കൂപ്പിൽ ഇപ്പോൾ പുതിയൊരു ഗെയിമിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ എഗ് ഫാം, നിങ്ങളുടെ ചിക്കൻ ഫാമിന് പുറമെ ഇപ്പോൾ പുതിയൊരു സോണും കൂടെ വന്നിട്ടുണ്ട്. സോണിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഫ്ലവർ ഫാമും കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇപ്പോൾ ഒരു ഫ്ലവർ ഷോ ഒക്കെ നടത്തുന്ന പോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ നട്ട് പിടിപ്പിച്ച് അതിന് വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ നനച്ച് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു സെക്ഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നാണ് ലിസ്റ്റിംഗ് എന്ന് ചോദിക്കുന്നവരോട് ലിസ്റ്റിങ്ങിന് ടൈം എടുക്കും. നല്ല പ്രൊജക്റ്റുകൾ ടൈം എടുക്കും. പെട്ടെന്ന് ലിസ്റ്റ് ആവുന്നത് മോശം പ്രൊജക്റ്റുകളാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. നല്ല ബിൽഡ് ചെയ്ത് നല്ല പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന പ്രൊജക്റ്റുകളുടെ ടൈം എടുക്കും. കാരണം ആ പ്രൊജക്റ്റ് ബിൽഡായി വരണം. അതിലൊരു എക്സാമ്പിളാണ് ബ്ലം. ഡോഗ്സ് കോയിൻ പോലുള്ള പ്രൊജക്റ്റുകൾ പെട്ടെന്ന് ലിസ്റ്റ് ആവും. അതിന് കാരണം അതിന് കമ്മ്യൂണിറ്റി മാത്രം മതി. ജസ്റ്റ് ഒരു മീം കോയിനാണ്. ഫ്യൂച്ചറിൽ അതുകൊണ്ട് തന്നെ മീം കോയിന് വലിയ പ്രൈസ് പ്രതീക്ഷിക്കരുത്. പക്ഷേ ഇതുപോലെ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് നല്ല പ്രൈസ് ഉണ്ടാവും കോയിന്. ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ കുറച്ച് ടൈം കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ടൊമാറ്റോ മാർക്കറ്റാണ്. ടൊമാറ്റോ മാർക്കറ്റിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്തതാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാനുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വാലറ്റ് കണക്ഷനും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. അതുപോലെ തന്നെ ടോൺ ബ്ലോക്ക് ചെയിനിലാണ് നിങ്ങൾക്ക് $1 അസറ്റ് വേണ്ടത്. അത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഏതെങ്കിലും മെയിൻ നെറ്റിൽ പോരാ, ടോൺ മെയിൻ നെറ്റിൽ നിങ്ങൾക്ക് $1 അസറ്റ് വേണം. USDT ആയാലും മതി, ടോൺ ആയാലും മതി, നോട്ട് ആയാലും മതി, ഡോക്സ് ആയാലും മതി. ഏതെങ്കിലും കോയിൻ $1 വേർത്തിൻ്റെ മേലെ നിങ്ങളുടെ വാലറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടോൺ ബ്ലോക്ക് ചെയിനിൽ തന്നെ വേണം. ഏതെങ്കിലും ബ്ലോക്ക് ചെയിനിൽ പോരാ എന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ W കോയിൻ ആണ്. W കോയിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ WAI എന്ന് പറയുന്ന ഒരു സെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ AI പ്രൊഡക്റ്റ് അവർ ബിൽഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിനർത്ഥം.
അപ്പോൾ തീർച്ചയായിട്ടും ഇനി ലിസ്റ്റ് ആവാൻ ടൈം എടുത്തേക്കും. ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായാലും നല്ല പ്രൊജക്റ്റ് ആയിട്ട് മാറുകയാണ് ഡബ്ല്യൂ കോയിൻ, വളരെ നല്ല കാര്യം. അപ്പോൾ ഡബ്ല്യൂ കോയിൻ ഓപ്പൺ ആക്കുക. ഡബ്ല്യൂ കോയിനിൽ WAI എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ആ AI സെക്ഷനിലേക്ക് കയറിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ലെവൽസ് ഒക്കെ അപ്പ് ചെയ്യാനുണ്ട്. WAയിലേക്ക് കയറുക, അവിടെ മൈനിങ് ഓപ്ഷൻ ഉണ്ട്, മൈൻ ചെയ്യുക. ഓരോ ദിവസവും നിങ്ങളുടെ പോയിന്റ്സ് കളക്ട് ചെയ്യുക. പോയിന്റ്സ് കളക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ലെവൽസ് അപ്ഗ്രേഡ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏതൻ ടോക്കണാണ്. ഇപ്പോൾ കുറേ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഏതൻ എടുത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഒന്നുമല്ല, അവർക്ക് ക്യാഷ് ഉണ്ടാക്കാനാണ്. നിങ്ങൾ ഒരിക്കലും ആ കുഴിയിൽ പോയി ചാടരുത്. ഞാൻ എത്രയോ പ്രാവശ്യം പറയുന്നതാണ്, നിങ്ങൾ ഒരു പ്രൊജക്റ്റിലേക്കും ഞാൻ പറയാതെ ഇൻവെസ്റ്റ് ചെയ്യരുത്, ഡേഞ്ചറാണ്. ഓക്കെ, ഈ ഏതൻ ഇപ്പോൾ ട്രോണിക്സ് പോലെ തന്നെ ആയി മാറിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു തരും എന്നുള്ള കാര്യമായിട്ടുണ്ട്. നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഇതിൽ ഫ്രീ ആയിട്ടുള്ള ഫാമിംഗ് ആയിരുന്നു. ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് പേര് വിഡ്രോ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലുള്ള കുറേ സ്കാമേഴ്സ്, അവരെ സ്കാമേഴ്സ് എന്ന് തന്നെ പറയണം, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒന്നും പറഞ്ഞാൽ പോരാ. എല്ലാ തരികിട പ്രൊജക്റ്റുകൾ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന കുറേ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരുടെ വീഡിയോസ് ദയവ് ചെയ്ത് കാണാതിരിക്കുക. നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും കാണാൻ, ഞാൻ ഒരിക്കലും കാണാനേ പാടില്ല എന്ന് പറയുന്നില്ല. കണ്ടാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. അവർ നോക്കുന്നത് അവരുടെ ഏണിങ്സ് മാത്രമാണ്. അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവർക്ക് ക്യാഷ് ഉണ്ടാക്കുക, റെഫറൽ വഴി ക്യാഷ് ഉണ്ടാക്കുക എന്ന് മാത്രമാണ്. നിങ്ങളിപ്പോൾ എൻ്റെ ലിങ്ക് വഴി കയറിയിട്ട് ഏതെങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല കമ്മീഷൻ കിട്ടും. അപ്പോൾ എനിക്കും വേണമെങ്കിൽ പറയാം നിങ്ങളോട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൻ എന്ന് വേണമെങ്കിലും പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് മുഴുവൻ അവർ കൊണ്ടുപോകും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. അവർ നിങ്ങളോട് ഇൻവെസ്റ്റ് ചെയ്യും, 10 ലക്ഷം കിട്ടും, 20 ലക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവരുടെ കമ്മീഷൻ അവരെടുക്കും. അവർ സേഫ് ആവും. നിങ്ങളൊരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾ മാത്രം മണ്ടന്മാരായി പോകും. ഓക്കെ, നെക്സ്റ്റ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ എസ്കോയിൻ ആണ്. എസ്കോയിനിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവരുടെ ടാസ്കുകളൊക്കെ ചെയ്യുക. അപ്പോൾ സ്കിൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ആ സ്കിൻസൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നവർ ഓരോ സ്കിൻസ് കിട്ടും. ആ എല്ലാ സ്കിൻസും മാക്സിമം കളക്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ടാപ്സ് ആണ്. ടാപ്സ് ആപ്പിൽ ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പാൻ്റെ വഴിയിലേക്കാണ് പോകുന്നത്. മാക്സിമം അവർക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നൊരു കാര്യം മാത്രമാണ് നോക്കുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നുമില്ല അവിടെ. നമ്മൾ നോക്കുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ ഷോപ്പ് ഓപ്ഷനൊക്കെയാണ്. അതുപോലെ തന്നെ P2P എന്ന് പറയുന്നുണ്ട്. P2P എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ യൂസേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് പ്ലേസിൽ സെല് ചെയ്യാനും ബൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് വേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് ബൈ ചെയ്യാൻ മാത്രമുള്ള ഓപ്ഷനാണ്. എന്ത് മാർക്കറ്റ് പ്ലേസ് ആണ് അത് എന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പറയുന്നില്ല. ടാപ്സ് ആപ്പ് ഞാനിപ്പോൾ ഹാംസ്റ്റർ കോമ്പാൻ്റെ കൂട്ടത്തിൽ തന്നെ കൂട്ടുന്ന ഒരു പ്രൊജക്റ്റാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബനാനയാണ്. ബനാനിൽ പറയും ചോദിക്കുന്നുണ്ട് USDT കിട്ടുന്നില്ല ബ്രോ, ബനാന കിട്ടുന്നില്ല, നമുക്ക് ഓവർ റൈപ്പ് കിട്ടുന്നില്ല, ഫുള്ളി റൈപ്പ് കിട്ടുന്നില്ല എന്നുള്ള കാര്യം. നിങ്ങളൊരു കാര്യം ചെയ്യാം, നമ്മൾ ഈ ബനാനയെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ താഴെ പോയി നോക്കുക, എത്ര പേരാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത് നോക്കുക, അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലക്കില്ല. എനിക്കും കിട്ടിയിട്ടില്ല. എനിക്ക് കുറഞ്ഞ എമൗണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. $1 പോലും അതിന് കിട്ടിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു സബ് ഏണിംഗ് മാത്രമാണ്. കാർവ് ഡെവലപ്പ് ചെയ്ത പ്രൊജക്റ്റാണ്. അവർ ഡെവലപ്പ് ചെയ്ത് ലിസ്റ്റ് ആക്കാൻ പോകുന്ന പീൽസ് ആണ്, അല്ലാതെ ബനാന അല്ല. നമുക്ക് ഓരോ ദിവസവും ടാപ്പ് ചെയ്യുമ്പോൾ ഒരു പീൽസ് ഇങ്ങനെ മേലെ കൂടിക്കൊണ്ടിരിക്കും. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മളുടെ ബാലൻസ്. അതാണ് ലിസ്റ്റ് ആകാൻ പോകുന്നത്. അല്ലാതെ ഈ ബനാന അല്ല വേണ്ടത്. ബനാന എന്ന് പറഞ്ഞാൽ കിട്ടിയപ്പോൾ തന്നെ വിഡ്രോ അടിക്കാം എന്നൊരു ഓപ്ഷൻ മാത്രമാണ്. ഫ്യൂച്ചറിലേക്ക് മൈനിങ് ചെയ്യേണ്ടത്, ഫാം ചെയ്ത് വെക്കേണ്ടത് ഈ ബനാന, അതായത് ഈ വാഴപ്പഴത്തിൻ്റെ തൊലിയാണ്. ഓക്കെ, പഴത്തൊലിക്കാണ് വില. ഫ്യൂച്ചറിൽ ആ തൊലിയാണ് ലിസ്റ്റ് ആകാൻ പോകുന്നത്, പീലാണ് ലിസ്റ്റ് ആകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തൊലിയാണ് കളക്ട് ചെയ്ത് വെക്കേണ്ടത്. ആ കാര്യം എല്ലാവരും വിട്ടു പോകുന്നുണ്ട്. ഞാൻ എത്രയോ പ്രാവശ്യം ടെലഗ്രാമിൽ പറഞ്ഞു കഴിഞ്ഞു, പീലിനാണ് വില. അപ്പോൾ പീല് ഡെയിലി കയറി ടാപ്പ് ചെയ്തെടുക്കുക. ബനാന കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിർത്തരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് പാർട്ടിയാണ്. ഡ്രിഫ്റ്റ് പാർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ മൈൻ സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. മൈനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്യുന്നതോടെ നിങ്ങളുടെ മൈനിങ്ങിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കൂടും. പുതിയ കാസ് വരുന്ന സ്പീഡ് കൂടും. സ്വാപ്പ് ചെയ്യുന്ന സ്പീഡ് കൂടും. അങ്ങനെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൈനിങ് സ്പീഡ് കൂട്ടാവുന്നതാണ്. ഇതും ബൈനാൻസ് ഇൻവെസ്റ്റ് ചെയ്ത പ്രോജക്റ്റാണ്. ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. അടുത്ത അപ്ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സംപയർ ആണ്. എക്സംപയർ ഇപ്പോൾ ഒരുപാട് നല്ല അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ യൂസേഴ്സിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു എയർ ഡ്രോപ്പ് നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. മില്യൺ കണക്കിന് ഇതുപോലെ ഹാംസ്റ്റർ കോമ്പാറ്റ് പോലെ 100 മില്യൺ യൂസേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിന് വലിയ എയർ ഡ്രോപ്പ് കിട്ടും എന്ന് വിചാരിക്കരുത്. എത്ര യൂസേഴ്സ് കുറവാണോ അത്രയും എയർ ഡ്രോപ്പ് എമൗണ്ട് നമുക്ക് വലുതായിരിക്കും കിട്ടുക. അപ്പോൾ യൂസേഴ്സ് കൂടുന്തോറും ആ പ്രോജക്റ്റിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറഞ്ഞ യൂസേഴ്സുള്ള നല്ല പ്രൊജക്റ്റുകളിലേക്ക് ജോയിൻ ചെയ്യുക. ഒരുപാട് യൂസേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും എന്നൊരിക്കലും വിചാരിക്കരുത്. എത്ര യൂസേഴ്സ് കൂടുന്നു, അപ്പോൾ 1 ലക്ഷം രൂപയാണ് അവർ തരാൻ വിചാരിച്ചതെന്ന് വിചാരിക്കും ഒരു എക്സാമ്പിളിന്. അപ്പോൾ 1 ലക്ഷം രൂപ 10 ആൾക്ക് കൊടുക്കുമ്പോൾ 10 ആൾക്കും 10,000 വെച്ച് കിട്ടും. പക്ഷേ 100 ആൾക്കായി മാറുമ്പോൾ അത് ഒരാൾക്ക് 1000 വെച്ച് കിട്ടുള്ളൂ. അതാണ് മനസ്സിലാവേണ്ടത്. ഓരോ യൂസേഴ്സ് കൂടുന്തോറും നിങ്ങൾക്ക് കിട്ടുന്ന ഏണിങ്സിൻ്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബൈനാൻസ് വെബ്3 വന്ന കാർവിൻ്റെ എയർഡ്രോപ്പാണ്. കാർവ് എയർഡ്രോപ്പ് ഇപ്പോൾ എൻഡ് ആയിട്ടുണ്ട്. ആ ഒരു ക്യാമ്പയിൻ എൻഡായി. ഇനി ലിസ്റ്റിംഗ് ആണോ, എന്തൊക്കെ അപ്ഡേറ്റ് ആണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ ടെലഗ്രാം ചാനലിൽ പറയും. ഇനി അപ്ഡേറ്റ്സ് റോൾ ഔട്ട് ആവുന്നതോറും നമ്മൾ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. നിലവിൽ ഇപ്പോൾ അപ്ഡേറ്റോ കാര്യങ്ങളൊന്നുമില്ല, എൻഡായി എന്നൊരു കാര്യം മാത്രമാണ് അവർ ഷെയർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അപ്ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വാൻ ചെയിൻ ആണ്. സ്വാൻ ചെയിൻ നിങ്ങൾക്കറിയാം ബൈനാൻസ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റാണ്. ആ ഒരു പ്രൊജക്റ്റും എൻഡ് ആയിട്ടുണ്ട്. സ്നാപ്ഷോട്ട് എടുത്തു കഴിഞ്ഞു. കുറേ പേര് ലോഡ് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് ഒന്നാമത്തെ കാരണം അവർ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലോഡ് ആവാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പോയിന്റ് ഉണ്ടോ അതാണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യുക. സ്നാപ്ഷോട്ട് എടുത്തു കഴിഞ്ഞു. ഇന്നത്തെ പ്രോഗ്രസ് മാത്രമേ എടുക്കൂ. നാളെ മുതലുള്ള പ്രോഗ്രസ് ഇനി കാൽക്കുലേറ്റ് അല്ലെങ്കിൽ കൗണ്ട് ആവില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ എത്ര പോയിന്റ്സ് കളക്ട് ചെയ്തോ ആ പോയിന്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പിൻ്റെ അലോക്കേഷൻ കിട്ടുക. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സും ടെലഗ്രാം ചാനലിൽ നമ്മൾ റെഗുലറായിട്ട് ഷെയർ ചെയ്യും.
അപ്പോൾ ഇത്രയും പ്രൊജക്റ്റുകളിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഉള്ളത്. ഇനിയും ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ ഫാം ചെയ്യുന്നുണ്ട്. അതിലൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയാത്തത്. അല്ലാതെ നമ്മൾ ആ പ്രൊജക്റ്റ് ഫാമിംഗ് നിർത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഓരോ പ്രൊജക്റ്റും ഓപ്പൺ ചെയ്ത് ഇതിൽ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ 99% കാര്യങ്ങളും ഞാൻ ടെലഗ്രാം ചാനലിൽ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കുക. പിന്നീട് നിങ്ങൾ അറിയാതെ പോയി എന്ന് പറയരുത്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും പ്രൊജക്റ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ടെലഗ്രാം ചാനലിലെ പിൻഡ് പോസ്റ്റിലുണ്ട്. ആ പിൻഡ് പോസ്റ്റ് പോവുക. പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാ ലിങ്കുകളും കിട്ടും. ജോയിൻ ചെയ്യാം. ഇന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന ഡൗട്ടാണ് എൻ്റെ ലിസ്റ്റിലുള്ള എല്ലാം ഞാൻ പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. എൻ്റെ ലിസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്ന പ്രൊജക്റ്റുകൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇല്ലാത്തത് ഒന്നും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ചെറിയ ചെറിയ അപ്ഡേറ്റ്സും അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് ഇല്ലാത്ത പ്രൊജക്റ്റുകളും ഒക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി ഫാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് ആയിട്ടുള്ള 1K ലൈക്സ് കംപ്ലീറ്റ് ആക്കുക. എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് വീഡിയോ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കൃത്യസമയത്ത് ലഭിക്കാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് ലഭിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.